ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് ഒരു വമ്പൻ ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് നിങ്ങൾ വഴിയേ കാണും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റെഡ് വെൽവെറ്റ് കേക്കാണ്. നല്ല അടിപൊളിയായി എങ്ങനെയാണ് സൂപ്പർ സ്പോഞ്ചി ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ. പിന്നെ നമ്മുടെ ഫസ്റ്റ് ഗിവ് അവേ വീഡിയോ കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കാം. ഗിവ് അവേ റൂൾസ് എന്താണെന്നൊക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ഈ കേക്കിൻ്റെ കസ്റ്റമർ എനിക്ക് ഏകദേശം ഒരു 2 ആഴ്ച മുന്നേ തന്നെ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സിമ്പിൾ ആൻഡ് ക്യൂട്ടായിട്ടുള്ള തീമായിരുന്നു. നമ്മുടെ പ്ലെയിൻ വൈറ്റ് കേക്കിൽ ഒരു എഡിബിൾ പ്രിൻ്റ്, ടോം ആൻഡ് ജെറിയുടെ ഒരു പ്രിൻ്റ് വെക്കാനായിരുന്നു. ഭയങ്കര സിമ്പിൾ ആയതുകൊണ്ട് തന്നെ ഞാൻ നല്ല പീസ്ഫുള്ളായിട്ടാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നതും. കാരണം കുറേ ഡിസൈനൊക്കെ ചെയ്യാനുണ്ടെങ്കിലല്ലേ നമുക്ക് ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ റേറ്റിംഗ് എനിക്ക് കുറച്ചൊന്ന് പണി തന്നിട്ടുണ്ടായിരുന്നു. എത്ര നല്ല ഹാൻഡ് റൈറ്റിംഗ് നോട്ട്ബുക്കിൽ എഴുതിയാലും നമ്മുടെ കേക്കിന് എഴുതുന്നത് അത്ര സിമ്പിളായിട്ടുള്ള കാര്യമല്ല കേട്ടോ. ഇത്രയും ഈസി ആയിട്ട് എഴുതിയതല്ല കേട്ടോ, ഒരുപാട് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. അങ്ങനെ നമ്മുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഡെലിവറി ചെയ്യാൻ ഇറങ്ങുമ്പോഴാണ് കേട്ടോ ഈ ഒരു സംഭവം. കേക്ക് എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഓർത്തത് ഹെൽമെറ്റ് എടുത്തില്ല എന്ന്. അങ്ങനെ കേക്ക് ഞാൻ ഡോറിൻ്റെ അടുത്ത് വെച്ച് ഹെൽമെറ്റ് എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോയതേ ഓർമ്മയുള്ളൂ കേട്ടോ. ഹെൽമെറ്റ് എടുത്ത് തിരിച്ചു വന്നപ്പോഴുള്ള കാഴ്ച ഈ കാണുന്നതാണ്. ഒരു നിമിഷത്തേക്ക് ആകെ ഒന്ന് സ്റ്റക്കായിപ്പോയി. എന്തോ ഭാഗ്യത്തിന് അകത്തെ കേക്കിനൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ക്രീം നമ്മൾ കംപ്ലീറ്റ് റീഫ്രോസ്റ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ ഈ കാണുന്നത്. ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കും കത്തിയത്. നല്ല ശക്തിയായി കാറ്റ് വീശിയപ്പം ഡോറ് കേക്ക് തട്ടി സ്റ്റെപ്പിലോട്ടേക്ക് ഇട്ടതാണ്. പിന്നെ ആദ്യം ഒന്ന് പതറിയാലും പിന്നെ അത് ചെയ്തെടുക്കാനുള്ള ഒരു മനോധൈര്യം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും കേട്ടോ. എൻ്റെ കേസിൽ അങ്ങനെയാണ്. അപ്പോൾ കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്നതിന് പകരം ഇനി എന്ത് എന്നുള്ളതിന് പ്രയോറിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി തന്നെ അതിനുള്ള വഴിയും തെളിഞ്ഞു വരും. അപ്പോൾ ഈ കേക്ക് സേഫായി ഡെലിവറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺ. ബൈ.